കളർകോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ആൽവിൻ ജോർജിന്റെ മൃതദേഹം ടി.ഡി. മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് എത്തിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് പൊതുദർശനത്തിനായി എത്തിച്ചത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, അത്യന്തം വൈകാരികമായ നിമിഷങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? കൂടി എത്തുന്നത് വിദ്യാർത്ഥികളെല്ലാം തന്നെ അതീവ ദുഃഖത്തിലാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് കായിക മേഖലയിലൊക്കെ വലിയ രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആൽവിൻ ജോർജ് ഇവിടെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഏവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ഇവിടെ എടത്തുവ തന്നെയാണ് ആൽവിന്റെ വീട്. ആൽവിന് ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ്. പക്ഷേ അവിടുത്തെ അഡ്മിഷൻ വേണ്ട എന്ന് വെക്കുന്നത് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ള കായിക തരത്തിലുള്ള മികവ് മുൻനിർത്തിയാണ്. പ്രത്യേകിച്ച് ആൽവിനൊരു നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അപ്പോൾ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഫുട്ബോൾ ടീമും ഇവിടെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കണക്കിലെടുത്താണ് ആൽവിൻ അന്ന് ഈ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത്. അന്ന ദിവസം സിനിമയ്ക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം അമ്മയെ അറിയിച്ചതായിരുന്നു ആൽവിൻ. പക്ഷേ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ആണ് ഒടുവിൽ സിനിമയ്ക്ക് പോകാനുള്ള തീരുമാനത്തിലെത്തുന്നത്. പക്ഷേ ആ ഒരു തീരുമാനം ഇപ്പോൾ ആൽവിന്റെ വിയോഗത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ അതീവ ഗുരുതര പരിക്കേറ്റ ആളായിരുന്നു ആൽവിന്റെ തലയടക്കം ഗുരുതര പരിക്കുകൾ ഉണ്ടായിരുന്നു. ആൽവിൻ ഇരുന്നത് ഈ വാഹനത്തിന്റെ ഇടതുവശം ചേർന്നുമായിരുന്നു. ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്ന ആൽവിനെ പിന്നീട് കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് എറണാകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. പക്ഷേ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയൊന്നും ഉണ്ടായില്ല. ഇന്നലെ 4:00 തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തിൽ ജീവൻ നിലനിർത്തിയിരുന്ന ആൽവിൻ വിട പറയുകയായിരുന്നു. എന്തായാലും ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാനും നാളുകളായി അതിവൈകാരികത തളം കെട്ടി കിടക്കുന്ന ഒരിടമാണ്. വിദ്യാർത്ഥികളൊക്കെ എങ്ങനെയാണ് അവരവരുടെ ഈ മാനസിക നില നിലനിർത്തുന്നത് തന്നെ നമുക്ക് പറയാൻ കഴിയാത്തത്ര വിധം ദുഃഖത്തിലാണ് അവരെല്ലാവരും ഉള്ളത്. കൂടെ കളിച്ചിരുന്ന കഴിഞ്ഞ ദിവസം വരെ ഒപ്പം ഉണ്ടായിരുന്ന 6 പേര് വിട പറഞ്ഞതിന്റെ ഒരു വലിയ ദുഃഖത്തിലാണ്. അതിനോടൊപ്പം തന്നെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും ആൽവിൻ എല്ലാ തരത്തിലും മിടുക്കനായിരുന്നു. പഠനത്തിൽ മാത്രമല്ല, പഠനത്തിൽ പങ്കെടുത്ത പരീക്ഷകളെല്ലാം തന്നെ 1ാം സ്ഥാനം നേടുന്നതിനോടൊപ്പം കായിക മത്സരങ്ങളിലും അടക്കം 1ാം സ്ഥാനം നേടിയിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഫുട്ബോളിന്റെ കാര്യത്തിൽ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ആൽവിൻ ഫുട്ബോൾ മത്സരം ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ച ശേഷം മാത്രമേ വീട്ടിൽ കയറാമായിരുന്നു. നാട്ടിലെ ക്ലബ്ബുകളിലടക്കം എല്ലാവർക്കും പ്രിയങ്കരനായ പള്ളിയിലും മറ്റുമെല്ലാം വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു ആൽവിൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദുഃഖത്തിന്റെ ആഴം വളരെ വലുതാണ്. ഇവിടെ ഉള്ള അമ്മ ഇന്നലെ ഈ അപകടം നടന്ന മുതൽപ്പം തൊട്ടേ ഈ വീട്ടുകാരുടെ ഒരു മാനസികാവസ്ഥയൊക്കെ വലിയ രീതിയിലായിരുന്നു. ഇന്നലെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് അമ്മ ഒപ്പം തന്നെയുണ്ട്. അവരെയൊക്കെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെയാണ് ഇവിടുത്തെ അധ്യാപകരും മറ്റു സഹപ്രവർത്തകരെല്ലാം ഉള്ളത്. നിലവിലിപ്പോൾ അമ്പലപ്പുഴ MLA ആയിട്ടുള്ള എച്ച് സലാമും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അലക്സ് വർഗീസും എല്ലാം തന്നെ നിലവിലിപ്പോൾ സർക്കാരിന്റെ ഭാഗമായി ഇവിടെ ഈ പൊതുദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടുത്തെ പൊതുദർശനം ഏകദേശം 11 മണിയോടുകൂടി തന്നെ പൂർത്തിയാക്കും. അതിനുശേഷം എടത്തുവായിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കായിരിക്കും ആൽവിന്റെ മൃതദേഹം മാറ്റുക. അതിനുശേഷം അവിടെയായിരിക്കും മൃതദേഹം സൂക്ഷിക്കുക. തുടർന്ന് ഞായറാഴ്ച 2 മണിയോടുകൂടി ആൽവിൻ സ്കൂൾ പഠിച്ച സ്കൂളിലേക്ക്, ആൽവിന്റെ സ്കൂൾ കാലഘട്ടം ഉണ്ടായിരുന്ന സ്കൂളിൽ പൊതുദർശനം ഉണ്ടാവും ഞായറാഴ്ച. അതിനുശേഷം അമ്മയുടെ വീട്ടിലേക്ക് മാറ്റും. അവിടെ നിന്ന് തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും ആൽവിൻ ഇപ്പോൾ താമസിക്കുന്ന അച്ഛന്റെ വീട്ടിലേക്ക് എത്തിക്കുക. അവിടെ നിന്ന് ഒരു 11:30 കൂടിയാവും ആൽവിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. തീർച്ചയായും പറഞ്ഞറിയിക്കാനാകാത്ത സങ്കട വാർത്തയാണ്. ആലപ്പുഴയിൽ നിന്നും മനീഷ് ഐഷ മാത്യു പങ്കുവയ്ക്കുന്നത്.